രാമ 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 പാഹി മാം. 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 മാരുതനന്ദനനൗഷധത്തിനങ്ങു മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോടാരുമറിയാതെ ചെന്നു ചൊല്ലിടിനാർ. ചാരവാക്യം കേട്ടു രാത്രിഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ. ചിന്താവശനായി മുഹൂർത്തമിരുന്നളവന്തർഗൃഹത്തിങ്കൽ നിന്നു പുറപ്പെട്ടു. രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രിഞ്ചരാധിപൻ കാലനേമീ ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂർണ്ണമോദം തൊഴുതു സന്ത്രസ്തനായി. അർഘ്യോദ്യാദികൾ കൊണ്ടു പൂജിച്ചു ചോദിച്ചാനർഘോദയം വരും മുൻപേ ലഘുതരമിങ്ങെഴുന്നള്ളുവാനെന്തൊരു കാരണമിങ്ങനെ മറ്റുള്ള അമ്പതി കൂടാതെ. ദുഃഖ നിപീഡിതനായ രാവണന കാലനേമി തന്നോടു ചൊല്ലിടിനാൻ. ഇക്കാല വൈഭവമെന്തോ ചൊല്ലാവതുമോ നിന്നോടു ചൊൽവാനത്ര വന്നതും. ശക്തിമാനായ ലക്ഷ്മണനെന്നുടെ ശക്തിയേക്കാശു വീണീടിനാൻ ഭൂതലേ. പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും ഒന്നുരണാങ്കണം തന്നിൽ വീഴ്ത്തിയിടിനാൻ. വെല്ലി പറയുമടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ. മാരുതനന്ദനനൗഷധത്തിനു പോയിടിനാൻ. ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായും ചൊല്ലാമതിന്നെടോ. താപസനായി ചെന്നു മാർഗമധ്യേ പൊക്കു പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു ആലവിളംബനം വല്ല അണയിലും നീ വരുത്തിയിടണം. താമസവാക്കുകൾ കേട്ട നേരം കാലനേമിയും രാവണൻ തന്നോട് ചൊല്ലിനാൻ. സാമദേതജ്ഞ സർവജ്ഞ ലിംഗേശ്വര സാമമാമെന്നുടെ വാക്കും ഏണമേ.
നിന്നെ ഉറച്ചു മതിവിനി ആലമെന്നുള്ളിലേതും മടിയില്ല നിശ്ചയം. മാരീചനെ അണക്കി മരിപ്പാൻ മനതാരിലെനിക്കേതുമില്ലൊരു ചഞ്ചലം. മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും. എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലമെന്തു ഫലം തവ ജാനകിയെ കൊണ്ടും. ഹന്ത ജഡാത്മകനായ ദേഹം കൊണ്ടുമെന്തു ഫലം തവ ചിന്തിച്ചു ആൺകെടോ. സീതയെ രാമനു കൊണ്ടേ കൊടുത്തു നീ സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. കാനനും തന്നിൽ മുനിവേഷവും പൂണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷശുദ്ധായ ശുദ്ധതോയെ ഒളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു. സന്ധ്യാനമസ്കാരവും ചെയ്തു ശീഘ്രമേ ആന്തേ സുഖവാസനം പ്രാപിച്ചു തുഷ്ടനായി. സർവവിഷയസംഗങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനി കണ്ടു കണ്ടാത്മാനാത്മനാ സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവര ജംഗമജാതികളായുള്ള ദേവതില്യം മനുഷ്യാദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനുമാധാര്യമെന്നതും. ആ ബ്രഹ്മസ്തംഭര്യപര്യന്തമായെന്തോന്നു താൽപര്യമുൾക്കൊണ്ടു കണ്ടതും കേട്ടതും ഈ പ്രകൃതി എന്നത്ര ചൊല്ലപ്പെടും. സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു. ഈ കണ്ട ലോകവൃക്ഷത്തിനീകാധന സർഗസ്ഥിതി വിനാശങ്ങൾക്കു കാരണം ലോഹിതശേത കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും മായ. പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളെടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കുമാത്മാവിനെ അവൾ. കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാകുമീശ്വരൻ തങ്കലെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു. ശുദ്ധനാത്മാ പരനേകനവളോടു യുക്തനായി വന്നു പുറത്തു കാണുന്നിതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നിതന്യോഹം മായാ ഗുണവിമോഹ
ബോധിതനായാൽ നൃവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ. വേണുന്നതെല്ലാം അവനു വന്നു തഥാ. ദൃഷ്ട്വാ പ്രകൃതി ഗുണങ്ങളോടാശു വേർപെട്ടു ജീവമുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു മായാഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അന്ത്യപ്രഭൃതി വിമുക്തനാമാത്മാവിധി ജ്ഞാത്വാ നിരസാശയാജിത ആമനായി ധ്യാനനിരതനായി വാഴു എന്നാൽ വരുമാനന്ദമേതും വികൽപ്പമില്ലോർ നീ. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസീ പാവനീ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്തശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൃത്പത്മ അർണികാമധ്യേ സുവർണപീഠോൽപലേ രത്നഗണാജിതേ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദുധരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചന ഐരാവതീതുല്യപീതാംബരധരം ഹാരകിരീടേയൂരാം ഗദാംഗുലീയോരു രത്നാജിത കുണ്ഡലനൂപുര ചാരു അടിസൂത്ര കൗസ്തുഭ സാരസമാല്യവനാളി ആധരം ശ്രീവത്സം രാമരമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ഗണാഗതവത്സലം. ഭക്ത്യാ പരം ബ്രഹ്മയുക്തനായി ധ്യാനിയിൽ മുക്തനായി വന്നു കൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊള്ളുകയും ചൊല്ലിയും ഉച്ചരിച്ചും രാമ രാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നയിലിങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു. ജന്മജന്മാന്തരത്തിങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം. വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. വേദം പരിപൂർണമേഹം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമരൂപാദിഹീനം പുരാണം ശിവം രാമൈവം ഭജിച്ചിടു നീ സന്തതം. രാക്ഷസേന്ദ്രൻ ആലനേമി പറഞ്ഞോരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ ക്രോധതാമ്രോക്ഷനായി വാളുമായി തൈകളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിടിനാൻ. നിന്നെ വെട്ടി
അളിഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമെന്നോ ആനനേമി ക്ഷണദാചരണന്നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ. രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി രോഷതാഭാവമിതുകൊണ്ടു ഇംഫലം നിന്നുടെ ശാസനം ഞാനനുഷ്ഠിപ്പനതെന്നുടെ സൽഗതി എന്നു ധരിക്കണി. സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാനന്ത്യ സമുദ്യുക്തനായേൻ മടിയാതെ എന്നു പറഞ്ഞു ഹിമാദ്രിപാർശ്വേ ഭൃശം ചെന്നിരുന്നാൻ മുനിവേഷമായി തൽക്ഷണേ. ആണായിതാശ്രമം മായാവിരചിതം നാനാമുനിജനസേവിതമായതും ശിഷ്യജനപരിചാര അസംയുതമുഷ്യാശ്രമം കണ്ടു വായുതനയനും ചിന്തിച്ചു നിന്നാനിവിടെയൊരാശ്രമമെന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലമോർക്കണമെന്മോനു വിഭ്രമമല്ലി നാനാപ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു ആണാ മഹാഔഷധം നിൽക്കുമത്യുന്നതം ദ്രോണാചലം രഘുപുങ്കവനാനുഗ്രഹാൽ ഇതം നിരൂപിച്ചൊരു യോജനായതം വിസ്മാരമാണ്ടമായാശ്രമമശ്രമം രംഭാപന സംഘർജൂര ഏരാമാദ്രി സമ്പൂർണമത്യജതോയാവാപീയുതം ആനനേമിത്രിയാമാചരനും തത്ര ശാലയിൽ സദസ്യാദികളും ഇന്ദ്രയാഗം ദൃഢമാമാരനുഷ്ഠിച്ചു ചന്ദ്രചൂഡ പ്രസാദം വരുത്തിയിടുവാൻ ഭക്ത്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നത്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതനയനുമിങ്ങനെ ചൊല്ലിനാൻ. രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജനഞ്ജനാനന്ദനൻ രാമകാര്യാർത്ഥമായി ശ്രീരാംപുരാശിക്കു സാമോദമിന്നു പോകുന്നു തപോനിധേ. ദേഹരക്ഷാർത്ഥമിവിടെ വന്നിതു ദാഹം പൊറാഞ്ഞു തണ്ണീർ കുടിച്ചിടുവാൻ ഇങ്ങു ജലസ്ഥലമെന്നരുൾ ചെയ്യണമെങ്ങുമേ പാർക്കരുതെന്നാത്മമനോഗതം. മാരുതി ചൊന്നതു കേട്ടു നിശാചരൻ ആരുണ്യഭാവം നടിച്ചു ചൊല്ലിടിനാൻ. മാമമായ അമണ്ഡലുസ്തം ജലമാമയം തീരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ചനന്തരം ദുഃഖം അളഞ്ഞു ഉറഞ്ഞൊന്നുറങ്ങുക ഏതും പരിഭ്രമിക്കരുതേ.
ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ്യ കണ്ടറിഞ്ഞിരിക്കൊന്നിതു സുവ്യക്തമായതു കൊണ്ടു ചൊല്ലിടുവൻ. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരായാൽ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും മാഹവത്തിനൊരുമിച്ചു നിന്നീടിനാർ. ഇതമാർണ്യ ചൊന്നാൻ അഭിപുങ്കവനെത്രയും ആരുണ്യശാലിയല്ലോ ഭവാൻ. പാരും പെരുതുമേ ദാഹമതു കൊണ്ടു പോരാ അമണ്ഡലു സംസ്ഥിതമാം ജലം. വായുതനയനേവം ചൊന്ന നേരത്തു മായാവിരചിതനായ വടുവിനെ തോയാരും ചെന്നു ആട്ടിക്കൊടു എന്നു ഭൂയോ മുദാ ആലനേമിയും ചൊല്ലിനാൻ. നേത്രനിമീലനം ചെയ്തോ പാനീയവും പീത്വാ മമാദിഹം പ്രാപിക്ക സത്വരം. എന്നാൽ നിന ഔഷധം കണ്ടു ഇട്ടുവാനിന്നു നല്ലോരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനയച്ച വധുവിനോടും മുദാ കണ്ണുമടച്ചു വാപീതടം പ്രാപിച്ചു തണ്ണീർ ഒടിപ്പാൽ തുടങ്ങും ദശാന്തരി വന്നു ഭയങ്കരിയായ മഹരിയുമുന്നതനായ മഹാ അഭിവീരനെ തിന്നു അളവാനൊരുമ്പെട്ട നേരത്തു കണ്ണുമിഴിച്ചു അപീന്ദ്രനും നോക്കിനാൻ. വസ്ത്രം പിളർന്നു കണ്ടോരു മഹരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ അഭീവരൻ. ദേഹമുപേക്ഷിച്ചു മേൽപോട്ടു പോയിതു ദേഹിയും മിന്നൽ പോലെ തദത്യത്ഭുതം. ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം ദിവ്യരൂപത്തോടു നാരീമണിയെയും ചേതോഹരാംഗിയാം അപ്സരസ്ത്രീമണി വാതാത്മജനോടു ചൊന്നാളതു നേരം നിന്നുടെ ആരുണ്യമുണ്ടായാലിനി ഇന്നു വന്നു ശാപമോക്ഷം അപീവരാ. മുന്നമൊരപ്സരസ്ത്രീ ഞാനൊരു മുനി തന്നോട് ശാപേന രാക്ഷസിയായതും ധന്യമാലിതീമേ നാമം മഹാമതേ മാന്യനാം നീയൊന്നു ധരിക്കണം. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നത്തഞ്ചരൻ ആലനേമി മഹാഖലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവകമാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരി ഒന്നിതു താപസദേവ ഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു അളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ചു ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങു ചിന്നിനി രവ്യാദവംശമേ ശേഷമൊടുക്കുക.
ഞാനിനി ബ്രഹ്മലോകത്തിനു പോകുന്നു. വാനരവീര കുശലം ഭവിക്കട്ടെ. പോയാളിവണ്ണം പറഞ്ഞവൾ മാരുതി മായാവിയാം ആനനേമി തന്നന്തിയിൽ ചെന്നാനവനോടു ചൊന്നാനസുരനും വന്നിടുവാണിത്ര വയ്യതെന്തടോ. ആനമിനി അളയാതെ വരിക നീ, മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ. ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്തു ദക്ഷനായി വന്നു ഓടും ഭവാൻ നിർണയം. തൽക്ഷണേ മുഷ്ടിയും ബന്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കേ അഭിവരൻ ഒന്നടിച്ചാനത് കൊണ്ടവനും തഥാ ചെന്നു പോയിടിനാൻ ധർമ്മരാജാലയം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധോ ഔഷധവാസാം വൃഷഭാദ്രിയും കണ്ടിതൗഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു ഓപിച്ചു പർവ്വതത്തെ പറിച്ചേനാങ്ക ബിംബം അണക്കെ പിടിച്ചവൻ കൊണ്ടുവമ്പോടു രാഘവൻ മുമ്പിൽ വച്ചിണ്ടൽ തീർത്തിയിടിനാൻ വൻപടை അന്നേരം. കൊണ്ടൽ നീർ വണ്ണനും പ്രീതി പൂണ്ടാൻ നീല കണ്ഠനുമാനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാച്ചു തട്ടിയ നേരത്തു ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും. മുന്നമിരുന്ന വണ്ണം തന്നെയാകണമെന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായിടങ്ങനെ രാത്രിഞ്ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം ഒന്നുമെടുത്തുയർന്നാൽ അഭിപുങ്കവൻ വന്നാ നരനിമിഷം കൊണ്ടു പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നത്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗുണം. രാഘവന്മാരും മഹാഅഭിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധവും മർക്കടനായകന്മാരോടു ചൊല്ലിനാനർക്കതനയനും അങ്കദനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ അടക്കമുറി മതിലുകൾ വൈക്ക ഗൃഹങ്ങളിലൊക്കവേ ഉള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കരുതരേ. ഊപതടാകങ്ങൾ തൂർക്ക ഇടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചരരുൾ കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞു പുറത്തു പുറപ്പെടുമന്തൻ വീട്ടിന്നയക്കാമനുക്ഷണം എന്നതു കേട്ടവർ ഒള്ളിയും ഐ
ചെന്നു തെരുതെരെ വച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്മ്യഗേഹങ്ങളും ആസീസ ലാഞ്ചനരൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളുമായ ധനങ്ങളും മഞ്ജനശാലയും വാരണവൃന്ദവും വാജി സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശുക്രനോടറിയിപ്പാനാനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു മാർത്തി മുഴുത്തു തെരുതെരെ ചൊയയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ ഓർത്തു ഓർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തും ജയിച്ചതുമെത്രയും പാർത്തോളമത്ഭുതമെന്നു പറയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ ഏഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജനാദഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ മിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതു ചിന്ത മുഴുത്തു ദശാനനവീരനും. ഉംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു ഉംഭനോടാശു നീ പോകണമെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനുമന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. അമ്പനും താനും പ്രജംഘനുമെത്രയും വൻപുള്ള യൂപാശനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവിംബം അലർന്നടുത്താൻ അഭിവീരരും. രാത്രിയിലാർത്തങ്ങടുത്തു പൊരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരെ ചാകയും ഊർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു അഭികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചു മടിച്ചു മിടിച്ചു മങ്ങേറ്റം അടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റും മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോയി എന്നു ചൊല്ലിയടുക്കയും വാനരരാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും അളേബരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ ആലാപുരിപു ഇതേറ്റരക്ഷോഗണം. അമ്പൻ വൻപോടടുത്താനതു നേരമമ്പു കൊണ്ടേറ്റ മകന്നു അബീകളും. അമ്പം അലർന്നൊഴിച്ചാരതു അണ്ടധ ജംബാരി നന്ദനപുത്രനും ഓപിച്ചു. അമ്പനൻ തന്നെ വധിച്ചോരനന്തരം പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും യൂപാക്ഷനും തഥാ ശോണിതനേത്രനും ഓപിച്ചടുത്താരാ
പൊരുതതി ക്ഷീണനായി വന്നിതു ബലിതനയനും മൈന്ദനുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം ഒന്നാൻ പ്രജംഘനെത്തൊരേയനുമത പിന്നെ യൗവണ്ണം വിവദൻ മഹാബലൻ ഒന്നിതു ശോണിത നേത്രനെയുമത മൈന്ദനും യൂപാശനെ കൊന്നു വീഴ്ത്തിനാൻ നത്തവരഞ്ചവരന്മാർ നാൽവരും മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം ഉംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേരിലാം മാറും ചാടി വീണുദ്രതയോടവൻ വിൽ കളിഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്തു ഉംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാരബ്ധിയിൽ വാരാനിധിയും അലക്കി മറിച്ചതിഘോരനാം ഉംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനുമതു കണ്ടു കോപിച്ചു സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവനഗ്രജനെ കൊന്ന നേരമത്യുഗ്രൻ നീ ഉംഭൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെ പോലെ രണാജിതേ സിംഹനാദം ചെയ്തടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ടു വാതാത്മജനഗ്രേ ചെറുത്താൻ നീ ഉംഭനെ തൽക്ഷണേ മാരുതി മാറിലടിച്ചാൻ നീ ഉംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരീഖവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി റുദ്ധനായോരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാൾ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ അപിവീരരും ലങ്കയിൽ അടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചോരവസ്ഥകൾ ഉംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംബാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ പിന്നെ ഖരാത്മജനാം മഹരാക്ഷസനോടന്യോന കോപേന ചങ്ങാന്തശാനനൻ ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നീടു എന്നെ നേരം മഹരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഹമോടുമടുത്തൂരണാങ്കണേ വന്യകതുല്യങ്ങളായ ശരങ്ങളെ വന്നീലാഹാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നു കൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്ന ഭയം തരിക്കുന്നൊരമാന്തിയെ നിന്നു പറഞ്ഞതു കേട്ടളവേ രാമചന്ദ്രനും വില്ലും ഉഴിയെ ഉലച്ചുടൻ വില്ലാ
നിന്നണഞ്ഞു ബാണങ്ങൾ തൂയിടിനാൻ. ഒന്നിനൊന്നൊപ്പമെയ്താൻ മഹാരാക്ഷനും ഭിന്നമായ ശരീരം അമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കുന്ന നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ ഒടിയും ഉടയും ഉതിരയും തൽപ്പാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനിതു രാഘവൻ. സാരഥി തന്നെയും ഒന്നാനതു നേരം പാരിലം മാറു ചാടി ശൂലവും കൊണ്ടു പാരമടുത്ത് മഹാരാക്ഷനെ തഥാ പാവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു. ദേവകൾ ആപത്തുമൊട്ടു തീർത്തിടിനാൻ. രാവാണി താനതറിഞ്ഞു കോപിച്ചു വന്നവരെയും പൊരുതാശു പുറത്താക്കി. രാവണനോടറിയിച്ചാനതു കേട്ടു ദേവകുലാന്തകനായ രാവണൻ. ഈരേഴു ലോകം നടുങ്ങും പടി പരിചാരകന്മാരോട് ഓടി പുറപ്പെട്ടാൻ. അപ്പോളതു കണ്ടു മേഘനിദാതനും തൊൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ചുൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ. അന്തഃപുരം ഇരുന്നരുളിടുക സന്താപമുണ്ടാകരുതിതു കാരണം. ഇതം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്നു ആകുൽത്തനോടിഥമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മെയും അസ്ത്രങ്ങളെ തുടനന്തം വരുത്തുന്നതെത്ര നാളേക്കു പൊറുക്കണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമേതു നിശാചരന്മാർ ഉന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന ഇങ്ങനെ ഏട്ടത രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടുമായുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടും പാദാദിയെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതെടോ. പാതകമുണ്ടാമതല്ലായി ഇളയവനും ഞാനിവനോടു പോർ ചെയ്വനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവിൻ എന്ന
കൽപ്പിച്ചു ലങ്കയിൽ പൊക്കു മായാസീതയെ തേരിൽ വച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം അബികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതി താനും പരവശനായിതു. വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകിയെന്നു തേറിയിടിനാൾ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതേ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവധം മമ. സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു. ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാംബവാൻ തന്നോടു സാകുലം. മാരുതിയെന്തു ഒന്നിങ്ങോട്ടു പോന്നിതു പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ. നീ ഓടിയങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ. ഇതമാകർണ്യ വിധിസുതനും അപി സപ്തമന്മാരുമായി ചെന്നു ലഘുതരം എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ. ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്കണേ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാലിന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്നു ജഗൽ സ്വാമിയോടുണർത്തിക്കണം. പോരിക നീയുമിങ്ങോട്ടിനി എന്നുടൻ. മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതോ മൈഥിലി തന്നെ നാശവൃത്താന്തമേ പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ സൗമിത്രി താനുമന്നേരും തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിടിനാൻ. മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു. നിസ്സഞ്ജരായോ നിന്നു അബികളും ദുഃഖം എടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തൊരു കോശമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ.
ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു, മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. അയ്യണ പൊട്ടിച്ചിരിച്ചു വിഭീഷണനയ്യോ, ഉരങ്ങന്മാരെന്തറിഞ്ഞു വിഭോ. ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. മായാനിപുണനാം മേഘനിനാദനി കാര്യമനുഷ്ഠിച്ചതെന്തെന്നാശു മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നീ ഉംഭിലയിൽ ചെന്നു പൊക്കുടൻ തന്നെ ഹോമം അഴിപ്പതിനായി കൊണ്ടു കണ്ടോരുപായമത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണമല്ലായിലെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ, മാനസവ്യാകുലം തീർന്നെഴുന്നേൽ ഉദയാനിധേ. ലക്ഷ്മണനുമടിയനും അഭികുല മുഖ്യപ്രവരരുമായിട്ടു പോവണം. ഓർത്തു കാലം കളഞ്ഞിടരുതേതുമേ. യാത്രയെ ഏണമെന്നു വിഭീഷണൻ ചൊന്നതു ഏതളവാലസ്യവും തീർന്നു. മന്നവൻ പോവാനനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും ഒന്നുവരി എന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോടു മഹാ അഭിസേനയും രക്ഷോവരനും നടന്നോരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണനിൻ നളൻ നീലനിന്ദ്രാത്മജാത്മജൻ ഏസരി താരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പ്രമാധി ശരബലി ജാംബവാൻ വാദാത്മജൻ വേദദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ചേതൻ ദതിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേദൂരിൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നീ ഉംഭിലപൊക്കു നിറഞ്ഞിതു നത്തഞ്ചരവരന്മാരെ ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണി. കല്ലും മലയും മരവുമെടുത്തു കൊണ്ടെല്ലാവരുമായടുത്തു കപികളും. ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനരറ്റമില്ലാതോരോ രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്ക്
ഇങ്ങിനി പച്ചലരെ ചെറ്റയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും എൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നും ദശാനന പുത്രനുമന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോടു ഉണ്ഠത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞീല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടു ഊടാദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യു സമയമടുത്തിവനിന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇതം വിഭീഷണൻ ചൊന്ന നേരത്തു സൗമിത്രിയുമസ്ത്രശസ്ത്രങ്ങൾ തൂക്കിയിടിനാൻ. പ്രത്യസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടു തടുത്തിന്ദ്രജിത്തു മത്യർത്ഥമസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതനുൽപ്പന്നമോദം കുമാരനേ സാദരം. ലക്ഷ്മണ പാർശ്വേ വിഭീഷണനെ കണ്ടു തൽക്ഷണം ചൊന്നാൻ ദശാനന പുത്രനും. സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെയൊടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്ന തോർത്തിടിനാലെത്രയും നന്നു നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്കും പാർത്തു കണ്ടോളും ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശസ്ത്രജ്ഞയാം നീ കുലത്തെ ഒതുക്കുവാനാസ്തയാ വേല ചെയ്യുന്നതുമത്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവുമറിക നീ. വംശം മുടിക്കുന്നതിനു നീയേതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്നു ഞാനംശുമാലി കുലനായ അനുഗ്രഹാൽ ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരും മങ്ങാതെ ബാണങ്ങൾ തൂക്കി കുമാരനും എല്ലാമെയ്തു മുറിച്ചു കളഞ്ഞതാ ചൊല്ലിനാരാശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചു. കണ്ടുകൊള്ളിന്നു ഞാൻ നിന്നുടെ
കൊണ്ടു ജന്തുക്കൾ ഭക്ഷണമേകുവാൻ ഇതം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ടു സൗമിത്രിയുടെ ഉടൽ ഈറിനാനേറ്റവും 10 ബാണം വായുപുത്രനെ ഏൽപ്പിച്ചു സത്വരം. പിന്നെ വിഭീഷണൻ തന്നെയും 100 ശരമേതു വാനരവീരരുമേറെ മുറിഞ്ഞു വശം കെട്ടുവാങ്ങിനാർ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തോയിനാൾ ശക്രാരിമേനിമേൽ. വൃത്രാരിജിത്തും ശരസഹസ്രേണ സൗമിത്രി കവചം നുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായിട്ടു മത്തഞ്ജരനും സുമിത്രാതനയനും പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു പേരും പൊടിച്ചു കുതിരകളെ കൊന്നു. സാരഥീതന്റെ തലയും മുറിച്ചതി സാരമായോരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു ഉലച്ചവനറ്റമില്ലാതോളം ബാണങ്ങൾ തോന്നിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ഠാത്മജനന്നേരം ഊറ്റമായോരു വില്ലും ഉഴിയെ ഉലച്ചേറ്റമടുത്തു ബാണങ്ങൾ തൂയിടിനാൻ. സത്വരം ലങ്കയിൽ പൊക്കുതേരും പൂട്ടി വിദ്രുതം വന്നിതോ രാവണ പുത്രനും. ആരുമറിഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സംകരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനിയുണ്ടാകയുമില്ല. കണ്ടാലുമീദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇതം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃശം. വാസരും 3 കഴിഞ്ഞോരനന്തരം വാസവദേവമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു ഹരേണ സംബന്ധിച്ചു. രാഘവൻ തൻ പദാംബോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു. പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായന്തരാതൂണിയിൽ വന്നു പൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടലാമയം തീർന്നിതു ലോകത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വരിഷിച്ചാരുടനുടനപ്സരസ്ത്രീ
താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റമാനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം ശങ്കാവിഹീനം ചെറുഞാണലിയിട്ടു ശംഖം വിളിച്ചു നിൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാംബുജം ഊപ്പിനാൻ ഗാഢമായാലിംഗനം ചെയ്തു രാഘവനൂഢമോദം മുഹർനീടിനാൻ മൂർധനി ലക്ഷ്മണനോടു ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണി യുദ്ധേ മരിച്ചതു ആരണു രാവണൻ താനും മരിച്ചാനറിയ നീ വൃദ്ധനായി നമ്മോടു യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും ഇതമന്യോന്യം പറഞ്ഞിരിക്കുന്ന നേരം പുത്രൻ മരിച്ചതു ഏറ്റൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതി ക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങില ഹാ ഹാ കുമാര മണ്ഡോദരീ നന്ദന ഹാ ഹാ സുകുമാര വീര മനോഹര മൽക്കർമ്മദോഷങ്ങളെന്തോ ചൊല്ലാവതോ ദുഃഖവിതെന്നു മറക്കൊന്ന് തുള്ളി ഞാൻ വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കുമിന്നു നന്നായുറങ്ങിടുമാറായിതു നമ്മെയും പേടിയില്ലാർക്കുമിനി മമ ജന്മവും നിഷ്ഫലമായി വന്നതീശ്വര പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചു മത്തേ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ എന്നുടെ പുത്രൻ മരിച്ചതു ജാനകി തന്നുടെ കാരണമെന്നതു കൊണ്ടു ഞാൻ കൊന്നവൾ തന്നുടെ ചോര കുടിച്ചൊഴിഞ്ഞെങ്ങുമേ ദുഃഖമടങ്ങുകയില്ലമേ അൻഘവുമോങ്ങി ചിരിച്ചലറി തത്ര നിർഗമിച്ചിടിനാൻ ക്രുദ്ധനാം രാവണൻ സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതയായത്രയും വേപഥുഗാത്രിയായി ഹാ രാമ രാമ രാമേതി ജപത്തൊടുമാരാമദേശേ വസിക്കും ദശാന്തരേ ബുദ്ധിമാനായ സുപാർശൻ നയജ്ഞനത്യുത്തമൻ കർമ്പുരസക്തമെൻ
രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. പാവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനുമനന്തനും ദേവദേവീശ്വരനായ പുരവൈരി സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ വേദവിദ്യാവ്രതസ്നാനപരായണൻ ബോധവാൻ ഭാർഗവശിക്ഷ്യൻ വിനയവാൻ എന്നിരിക്കേ ഭവാനിന്നു യുദ്ധാന്തരേ നന്നു നന്നെത്രയുമോർത്തു കൽപ്പിച്ചതും സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്രപ്രവര പ്രഭോ മയാ സാർദ്ധം വിരവോടു പോരിനാൻ. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നു കളഞ്ഞു നീ ജാനകീ ദേവിയെ പ്രാപിച്ചു കൊള്ളുക. മാനസപാതാപവും ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശ്വൻ പറഞ്ഞതു യാതുധമാനാധിപൻ കേട്ടു സന്തുഷ്ടനായി ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയുമാസ്തയാ മന്ത്രികളോടു നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനാൻ. ചെന്നു രക്ഷോബലം രാമനോടേ ചളവന്നൊഴിയാതെയുടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താനഭേദമായി നിർഭയം. പിന്നെ രഘുത്തമൻ ബാണങ്ങളെയ്തു ഭിന്നമായിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങിയ ദശാനനൻ. പോരുമിനി മമ പോരുമെന്നോർത്തതിഭീരുവായി ലങ്കാപുരം അനന്തരം.